ഹായ്, ജംബു ഹോസ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ CCNA ക്ലാസ്സിൻ്റെ 5ാമത്തെ ക്ലാസ്സാണ്. ഈ ഒരു ക്ലാസ്സിൽ ശരിക്കും ഞാൻ ഉദ്ദേശിച്ചിരുന്നത് ക്രിമ്പിങ്ങിൻ്റെ പ്രാക്ടിക്കലായിരുന്നു. പക്ഷെ എനിക്ക് ക്രിമ്പിംഗ് ടൂളും കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി ഓർഡർ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അത് വരാൻ 2-3 ദിവസം ഡിലേ ആകും. അതുകൊണ്ട് അതിൻ്റെ കുറച്ച് തിയറി കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ ടൂള് വരുന്നതിനനുസരിച്ച് ഞാൻ അതിൻ്റെ പ്രാക്ടിക്കൽ ക്ലാസ് ഇടുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കേബിളിനെ കുറിച്ചാണ് പറഞ്ഞിരുന്നത്. നെറ്റ്വർക്കിന് നമ്മൾ ഉപയോഗിക്കുന്ന കേബിളിന് പറയുന്നവർ ട്വിസ്റ്റഡ് പെയർ കേബിൾ എന്നുള്ളതാണ്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചെറിയൊരു ടോപ്പിക്കാണ് ക്രിമ്പിംഗ് എന്ന് പറയും. പക്ഷേ ഇതൊരു ചെറിയൊരു ടോപ്പിക് ആണെങ്കിലും നെറ്റ്വർക്കിംഗ് പഠിക്കുന്ന അല്ലെങ്കിൽ നെറ്റ്വർക്കിംഗ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരു എംപ്ലോയിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ടോപ്പിക്കാണ് ക്രിമ്പിംഗ്. കാരണം ഏതൊരു നെറ്റ്വർക്ക് എഞ്ചിനീയറും അല്ലെങ്കിൽ ഏതൊരു നെറ്റ്വർക്കിംഗ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരാളും ക്രിമ്പിംഗ് എന്താണ് എന്ന് അറിഞ്ഞിരിക്കണം, ക്രിമ്പിംഗ് ചെയ്യുന്ന എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ക്രിമ്പിംഗ് വളരെ സിമ്പിളായിട്ട് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ക്രിമ്പിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സിസ്റ്റങ്ങളെയൊക്കെ കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന കേബിൾ ഉണ്ടല്ലോ, ട്വിസ്റ്റഡ് പെയർ കേബിൾ എന്ന് പറയുന്ന കേബിൾ. ആ ഒരു കേബിളിനെ ആണല്ലോ നമ്മൾ നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ NIC പോർട്ടിലോട്ട് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ NIC പോർട്ടിലോട്ട് കണക്ട് ചെയ്യാൻ നമുക്ക് അവിടെ ഒരു കണക്ടർ വേണം. ആ കണക്ടറിന് പറയുന്നത് RJ45 എന്നാണ്. അപ്പോൾ ഈ ഒരു ട്വിസ്റ്റഡ് പെയർ കേബിളിനെ ഈ RJ45 ആയിട്ട് കണക്ട് ചെയ്യുന്ന പ്രൊസീജിയറിനെയാണ് നമ്മൾ ക്രിമ്പിംഗ് എന്ന് പറയുക. അപ്പോൾ അത്രേ ഉള്ളൂ, സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്രിമ്പിംഗ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ ക്രിമ്പിംഗ് ചെയ്യുമ്പോൾ എന്താണ് ഈ പ്രൊസീജിയർ നടക്കുന്നത് എന്നുള്ളതാണ്. നമ്മുടെ ഈ RJ45 എന്ന് പറയുന്ന കണക്ടർ ഉണ്ടല്ലോ, ആ ഒരു കണക്ടറിൽ മൊത്തം 8 പിന്നാണുള്ളത്. അപ്പോൾ നമ്മുടെ ട്വിസ്റ്റഡ് പെയർ കേബിളിൽ മൊത്തം 8 വയർ ഉണ്ടാവും. അപ്പോൾ ഈ 8 വയർ ഈ 8 പിന്നിലോട്ട് കറക്റ്റായിട്ട് നമ്മൾ അറ്റാച്ച് ചെയ്തിട്ട് അത് ലോക്ക് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ചെയ്യാനായിട്ട് നമുക്ക് ഒരു കളർ കോഡ് ഉണ്ട്. ഇപ്പോൾ ട്വിസ്റ്റഡ് പെയർ കേബിൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൽ മൊത്തം 8 വയർ ഉണ്ടെങ്കിലും ആ 8 വയറിന് ഓരോ കളർ കൊടുത്തിട്ടുണ്ട്. 4 പെയറുള്ളത്. അപ്പോൾ ആ 8 വയർ മൊത്തത്തിൽ ഓരോ കളറുകളുണ്ട്. അപ്പോൾ ഓരോ കളറുകളും ഈ RJ45ൻ്റെ ഓരോ പിന്നിലോട്ട് വേണം നമ്മൾ വെക്കാനായിട്ട്. അത് കറക്റ്റ് ഓർഡറിൽ വെക്കണം. അങ്ങനെ വെച്ചിട്ട് നമ്മൾ ക്രിമ്പിംഗ് ടൂൾ എന്ന് പറയുന്ന ഒരു മെഷീൻ ഉണ്ട്, ഒരു ടൂളാണത്. നമ്മുടെ കട്ടിംഗ് പ്ലെയർ ഒക്കെ പോലത്തെ ഒരു ടൂളാണ്. ആ ടൂൾ ഉപയോഗിച്ചിട്ട് നമ്മളത് കറക്റ്റായിട്ട് ലോക്ക് ചെയ്ത് വെക്കും, ആ ഒരു വയർ ആ ഒരു RJ45ൻ്റെ ഉള്ളിലോട്ട്. അപ്പോൾ ഈ ഒരു പ്രൊസീജിയർ, ഇതാണ് ഈ ക്രിമ്പിംഗ് എന്ന് പറയുന്ന പ്രൊസീജിയർ. എന്താണ് ക്രിമ്പിംഗ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെന്ന് പറയാൻ എന്താ, ഈ ക്രിമ്പിംഗ് നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് കണക്ഷൻ കിട്ടില്ല. പിന്നെ നമ്മളൊരു ലാബ് ചെയ്യാമെന്ന് വിചാരിക്കാം. എനിക്കൊരു ഓഫീസ് മുറി ഉണ്ട്. അപ്പോൾ ഈ ഓഫീസ് മുറിയിൽ ഓരോ സിസ്റ്റങ്ങൾ ഞാൻ ഓരോ സ്ഥലത്ത് പ്ലേസ് ചെയ്തു. സിസ്റ്റങ്ങളെല്ലാം സ്വിച്ച് എന്ന് പറയുന്നൊരു ഡിവൈസിലോട്ടാണ് കണക്ട് ചെയ്യുക. സ്വിച്ച് വഴിയാണ് എല്ലാം തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ ആ കേബിൾ മേടിക്കുന്നു. കേബിൾ മേടിച്ചിട്ട് ഞാൻ കറക്റ്റ് കേബിൾ ലെങ്ത് കറക്റ്റായിട്ട് വലിക്കുന്നു. എന്നിട്ട് ഞാൻ അതിൻ്റെ അറ്റത്ത് എന്ത് ചെയ്യണം, ക്രിമ്പ് ചെയ്യണം. അല്ല നമുക്ക് കറക്റ്റ് മീറ്റർ ഇത്രയാണെന്ന് നോക്കിയിട്ട് റെഡിമെയ്ഡ് ആയിട്ട് ക്രിമ്പ് ചെയ്ത കേബിൾ നമുക്ക് അങ്ങനെ കിട്ടില്ല. അപ്പോൾ നമുക്ക് കസ്റ്റമൈസ് ചെയ്തിട്ട് നമ്മൾ കേബിൾ ചെയ്യുമ്പോൾ നമ്മൾ തന്നെ ക്രിമ്പ് ചെയ്യേണ്ടി വരും. ഓക്കെ. പിന്നെ അപ്പം ലാൻ ഉണ്ടാക്കാൻ നിർബന്ധമായിട്ട് നമ്മൾ ക്രിമ്പിംഗ് എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കണം. നമ്മൾ ക്രിമ്പിംഗ് പ്രോപ്പറായിട്ട് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് സിഗ്നലിനെ ബാധിക്കും. അത് സിഗ്നൽ കിട്ടാതെ വരിക, അതേപോലെ കമ്മ്യൂണിക്കേഷൻ്റെ പ്രശ്നങ്ങൾ, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരും. അപ്പോൾ ക്രിമ്പിംഗ് നന്നായിട്ട് അറിയണം. നിങ്ങളൊരു ട്രെയിനിങ് സെൻറ്ററിലൊന്നും പോയിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങളൊരു ക്രിമ്പിംഗ് ടൂള് ഓൺലൈനിലെങ്കിലും മേടിച്ചിട്ട് നിങ്ങളത് ക്രിമ്പ് ചെയ്ത് പഠിക്കുക. നിങ്ങൾക്ക് ഭാവിയിൽ അത് ഉപകാരപ്പെടും. കാരണം CCTV മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ ഓൾറെഡി നിങ്ങൾക്ക് നെറ്റ്വർക്ക് ക്യാമറയൊക്കെ കണക്ട് ചെയ്യാൻ ഇങ്ങനത്തെ ക്രിമ്പിംഗ് ടൂളിൻ്റെ ആവശ്യം ഉണ്ടാവും. അല്ലെങ്കിൽ നിങ്ങളിത് പ്രാക്ടീസ് ചെയ്ത് തന്നെ പഠിക്കണം ഈ ക്രിമ്പിംഗ് ടൂൾ എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാനൊരു വീഡിയോയിൽ ഇത് കാണിച്ചു തരുന്നു എന്ന് വെച്ചത് നിങ്ങൾക്കത് ചിലപ്പോൾ ഫസ്റ്റ് ടൈം നിങ്ങൾക്കത് ചെയ്യുമ്പോൾ ശരിയായിക്കൊള്ളണമെന്നില്ല. ഒരു 4-5 വട്ടം വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് ശരിയാവും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ക്രിമ്പിംഗ് നമുക്ക് മസ്റ്റായിട്ട് അറിയണം, കറക്റ്റായിട്ട് അത് എങ്ങനെയാണ് ചെയ്യുന്നത്. അതാണ് വളരെ ഇമ്പോർട്ടൻ്റ് കാര്യം. ക്രിമ്പിങ്ങിന് നമുക്ക് ആവശ്യമുള്ളത് ഒന്ന് ക്രിമ്പിംഗ് ടൂൾ വേണം. ക്രിമ്പിംഗ് ടൂളൊക്കെ ഞാൻ പ്രാക്ടിക്കൽ ക്ലാസ്സിൽ കാണിച്ചു തരാം. 2-3 ടൈപ്പ് ക്രിമ്പിംഗ് ടൂളുകളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. പിന്നെ RJ45 കണക്ടർ എന്തായാലും വേണം. പിന്നെ നമുക്ക് വയറുകളൊക്കെ കറക്റ്റായിട്ട് കട്ട് ചെയ്തിട്ട് വേണമല്ലോ ഈ RJ45ൻ്റെ അകത്തോട്ട് കൊടുക്കാൻ. അപ്പോൾ വയർ കട്ടർ അല്ലെങ്കിൽ സ്ട്രിപ്പറിൻ്റെ ആവശ്യമുണ്ട്. പിന്നെ കേബിൾ പ്രോപ്പറായിട്ട് നമ്മൾ ക്രിമ്പ് ചെയ്തൊക്കെ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ നമുക്കൊരു ലാൻ കേബിൾ ടെസ്റ്റർ കിട്ടും. ടെസ്റ്റർ നിർബന്ധം ഉണ്ടോ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കണമെങ്കിൽ നമ്മളിപ്പോൾ കേബിളിൻ്റെ ഫോൾട്ടൊക്കെ കണ്ടുപിടിക്കാൻ ട്രബിൾ ഷൂട്ടൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ കേബിൾ ടെസ്റ്റർ ഉള്ളത് എപ്പോഴും നല്ലതാണ്. കാരണം കേബിളിന് വഴിയിൽ എവിടെയെങ്കിലും ഡാമേജ് ഉണ്ടോ എന്നൊക്കെ. ചിലപ്പോൾ നമ്മൾ ക്രിമ്പ് ചെയ്തൊക്കെ കറക്റ്റ് ആയിരിക്കും, പക്ഷേ ഇതിൻ്റെ അകത്ത് എവിടെയെങ്കിലും ഇൻസുലേറ്ററിൻ്റെ അകത്ത് എവിടെയെങ്കിലും പൊട്ടിയിട്ടുണ്ടോ എന്ന് നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ. അപ്പോൾ കേബിൾ ടെസ്റ്റർ നല്ലതാണ്.
കേബിൾ ടെസ്റ്റർ ഇല്ലാതെയും നമ്മൾ ക്രിമ്പിംഗ് ഒക്കെ കറക്റ്റായിട്ട് നമ്മൾ ചെയ്യലുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ടൂളുകളായിട്ട് ആവശ്യമുള്ളത്. അപ്പോൾ ഞാൻ ഇനി പറയാൻ പോകുന്നത് വളരെയധികം ശ്രദ്ധിച്ച് കേൾക്കണം. 2 ടൈപ്പ് കളർ കോഡിനെ കുറിച്ചാണ്. കളർ കോഡ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ RJ45 ഉണ്ടല്ലോ, ജാക്ക്. ഈ ജാക്കിൻ്റെ ഉള്ളിൽ ഞാൻ പറഞ്ഞല്ലോ മറ്റേ 8 വയറുകൾ വെക്കാനുള്ള സ്പേസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ട്വിസ്റ്റർ പെയർ കേബിളിൽ മൊത്തം 8 വയറുള്ളത്, ഓരോരോ കളറുകളാണല്ലോ ഉള്ളത്. ഇതെങ്ങനെയാണ് പ്രോപ്പറായിട്ട് പ്ലേസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതിൽ വരുന്നത് നമ്മുടെ ഈ ഒരു RJ45 ജാക്കിൻ്റെ അകത്തോട്ട് ഇത് വെക്കുന്ന ഓർഡർ 2 സ്റ്റാൻഡേർഡ് ഓർഡർ ഉള്ളത്. എന്ന് വെച്ചാൽ ലോകത്ത് എവിടെ പോയിട്ട് നിങ്ങൾ ക്രിമ്പ് ചെയ്യുമ്പോഴും നിങ്ങൾ ഈ RJ45 ജാക്കിൻ്റെ ഉള്ളിലോട്ട് ഈ ഒരു ട്വിസ്റ്റർ പെയർ കേബിൾ വെക്കേണ്ടത് ഞാൻ ഈ പറയാൻ പോകുന്ന ഓർഡറിൽ മാത്രമേ വെക്കാൻ പറ്റുള്ളൂ. നമ്മൾ എന്തുകൊണ്ടാണത് അങ്ങനെ തന്നെ വെക്കണം എന്നുള്ളത് നമുക്ക് നോക്കാം. 2 ഓർഡറാണ്. ഒന്ന് T5680A എന്ന് പറയുന്ന ഒരു ഓർഡറും രണ്ടാമത്തെ T5680B എന്ന് പറയുന്ന ഒരു ഓർഡറുമാണ് ഉള്ളത്. അതിൽ ഞാൻ ആദ്യം പറയാൻ പോകുന്നത് T5680B എന്ന് പറയുന്ന ഓർഡറിനെ കുറിച്ചാണ്. ഞാൻ ആദ്യം എയിനെ കുറിച്ചല്ല പറയുന്നത്, ബിനെ കുറിച്ചാണ്. അതൊന്നുകൊണ്ടുമല്ല, നമ്മൾ കോമൺ ആയിട്ട് എപ്പോഴും ക്രിമ്പ് ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഓർഡർ എന്ന് പറഞ്ഞാൽ T5680B ആണ്. ഇപ്പം ഞാനൊരു വയറെടുത്തിട്ട് ക്രിമ്പ് ചെയ്യുമ്പോൾ ഞാൻ എനേക്കാൾ കൂടുതലായിട്ട് ആൾക്കാർ എപ്പോഴും യൂസ് ചെയ്യുന്നത് B ആണ്. അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് ബീനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ RJ45 ജാക്കിൻ്റെ അകത്തോട്ട് ഈ ഒരു ഓർഡറിൽ വേണം നിങ്ങളുടെ ട്വിസ്റ്റർ പെയർ കേബിളിൻ്റെ ഓരോ വയറുകളെയും സെറ്റ് ചെയ്ത് വെക്കാൻ. ഒന്നാമതായിട്ട് വെക്കേണ്ടത് ഓറഞ്ച് വൈറ്റ് ആണ്, രണ്ടാമതായിട്ട് വെക്കേണ്ടത് ഓറഞ്ച്, മൂന്നാമത് ഗ്രീൻ വൈറ്റ്, നാലാമത്തെ വയർ ബ്ലൂ, അഞ്ചാമത്തെ ബ്ലൂ വൈറ്റ്, ആറാമത്തെ ഗ്രീന്, ഏഴാമത്തെ ബ്രൗൺ വൈറ്റ്, എട്ടാമത്തത് ബ്രൗൺ. ഈ ഒരു ഓർഡറിൽ നിങ്ങൾ ഒരു കേബിളിനെ നിങ്ങൾ ക്രിമ്പ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾ ചെയ്തിരിക്കുന്നത് T568B എന്ന് പറയുന്ന ഓർഡറിലാണ്. ഇനി നമുക്ക് T568A കുറിച്ച് നോക്കാം. T568A ആണെങ്കിൽ നിങ്ങൾ ഒന്നാമതായിട്ട് എടുക്കേണ്ടത് ഗ്രീൻ വൈറ്റ്, 2 ഗ്രീന്, മൂന്നാമത്തത് ഓറഞ്ച് വൈറ്റ്, നാലാമത്തത് ബ്ലൂ, അഞ്ചാമത്തത് ബ്ലൂ വൈറ്റ്, ആറാമത്തത് ഓറഞ്ച്, ഏഴാമത്തത് ബ്രൗൺ വൈറ്റ്, എട്ടാമത്തത് ബ്രൗൺ. ഈ ഒരു ഓർഡറിൽ വേണം നിങ്ങൾ പ്ലേസ് ചെയ്ത് വെക്കാൻ RJ45 അകത്തോട്ട് നിങ്ങളുടെ ട്വിസ്റ്റർ പെയർ കേബിളിനെ. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കിനി കണക്ഷനിലോട്ട് വരാം. നമുക്കൊരു ലാൻ സെറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു സ്വിച്ച് എന്ന് പറയുന്ന ഒരു ഡിവൈസിലോട്ടാണ് നമ്മൾ PC-കളെല്ലാം കണക്ട് ചെയ്യാറുള്ളത്. സ്വിച്ചിനെ കുറിച്ച് നമ്മളിപ്പോൾ ഡീറ്റെയിൽസ് ആയിട്ട് ഒന്നും പഠിച്ചിട്ടില്ല. സ്വിച്ച് ഒരു ഡിവൈസ് ആണ് എന്ന് മാത്രം അറിഞ്ഞു നോക്കുക. ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിൽ സ്വിച്ച് ജസ്റ്റ് ഒരു സോഫ്റ്റ്വെയറിൽ സിസ്കോയുടെ പാക്കറ്റ് ട്രേസർ എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയറിൽ ഞാൻ കാണിച്ചു തന്നിരുന്നു എന്നല്ലാതെ സ്വിച്ചിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽസ് ആയിട്ട് പഠിക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഇത്ര അറിഞ്ഞു വെക്കുക, നമ്മുടെ എല്ലാ PC-കളും നമ്മൾ കണക്ട് ചെയ്യുന്നത് എങ്ങോട്ടാണ്? നമ്മൾ സ്വിച്ചിലോട്ടാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്, അല്ലേ? അപ്പം നമുക്ക് കണക്ഷൻ വരും എന്താ? ഒരു കേബിളിൻ്റെ ഒരു എൻഡിൽ PC-യും രണ്ടാമത്തെ എൻഡിൽ സ്വിച്ചുമാണ് വരിക, അല്ലേ? ഒരു കേബിൾ എടുക്കുന്നു, PC-കളെല്ലാം അറേഞ്ച് ചെയ്ത് വെക്കുന്നു, സ്വിച്ച് നിങ്ങൾ ഒരു ഭാഗത്ത് വെക്കുന്നു. അടുത്തെന്താ? എല്ലാ PC-കളും സ്വിച്ചിലോട്ടാണ് കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ആ ഒരു കേബിളിന്റെ 2 എൻഡിൽ, ഒരു എൻഡിൽ PC-യും രണ്ടാമത്തെ എൻഡിൽ സ്വിച്ചുമാണ് വരുന്നത്. രണ്ടും ഡിഫറെന്റ് ഡിവൈസ് ആണല്ലോ, ഒന്ന് സ്വിച്ചാണ്, ഒന്ന് PC ആണ്. ഇനി വേറൊരു കണക്ഷൻ വരുവാണ്. നിങ്ങളുടെ വീട്ടിൽ മോഡം ഉണ്ടെന്ന് വിചാരിക്കുക, റൂട്ടർ, വൈഫൈ റൂട്ടർ ഉണ്ടെന്ന് വിചാരിക്കുക. വൈഫൈ റൂട്ടറിൽ നിന്ന് നിങ്ങൾ സ്വിച്ചിലോട്ട് കേബിൾ എടുക്കുകയാണ്. ഇതേ കേബിളാണ്, ട്വിസ്റ്റർ പെയർ കേബിൾ തന്നെ എടുക്കുക. അപ്പൊ നോക്കി, ആ കേബിളിന്റെ 2 എൻഡിൽ, ഒരു എൻഡിൽ വരുന്നത് സ്വിച്ച്, രണ്ടാമത്തെ എൻഡിൽ വരുന്നത് റൂട്ടർ. രണ്ടും ഡിഫറെന്റ് ഡിവൈസ് ആണ്. ഇങ്ങനെ ഒരു കേബിളിന്റെ എൻഡിൽ 2 വ്യത്യസ്ത ഡിവൈസുകളാണ് വരുന്നതെങ്കിൽ, ഒന്ന് PC-യും ഒന്ന് സ്വിച്ചും, അല്ലെങ്കിൽ ഒന്ന് റൂട്ടറും ഒന്ന് സ്വിച്ചും, അല്ലെങ്കിൽ മോഡവും നമ്മുടെ PC-യും, ഇങ്ങനെയൊക്കെയാണ് വരുന്നതെങ്കിൽ നിങ്ങൾ ക്രിമ്പ് ചെയ്യേണ്ടത് ഒരു കേബിൾ എടുക്കുക. ഒരു കേബിളിന്റെ ഒരു എൻഡിൽ T568A ചെയ്താൽ ആ കേബിളിന്റെ രണ്ടാമത്തെ എൻഡ് ഉണ്ടല്ലോ, രണ്ടാമത്തെ എൻഡിലും നിങ്ങൾ T568A തന്നെ ചെയ്യുക. ഇനി നിങ്ങൾ ഒരു സൈഡിൽ നിങ്ങൾ T568B ചെയ്തു എന്ന് വിചാരിക്കുക. ആ കേബിളിന്റെ രണ്ടാമത്തെ എൻഡ് ഉണ്ടല്ലോ, ആ എൻഡിലും നിങ്ങൾ B തന്നെ ചെയ്യുക. അപ്പം 2 എൻഡിലും നിങ്ങൾ ഒരേ കളർ കോഡ് യൂസ് ചെയ്യുവാണെങ്കിൽ അങ്ങനെ ചെയ്ത കേബിളിനെ നമ്മൾ കോമൺ ആയിട്ട് വിളിക്കുക സ്ട്രേറ്റ് ത്രൂ ക്രിമ്പിംഗ്, അല്ലെങ്കിൽ സ്ട്രേറ്റ് ത്രൂ കേബിൾ എന്നാണ് വിളിക്കുക. ട്വിസ്റ്റർ പെയർ കേബിൾ തന്നെയാണ് മൊത്തത്തിൽ. ട്വിസ്റ്റർ പെയർ കേബിൾ നിങ്ങൾ ക്രിമ്പ് ചെയ്തതിന് ശേഷം നമുക്കതിന് മൊത്തത്തിൽ വേണമെങ്കിൽ സ്ട്രേറ്റ് ത്രൂ കേബിൾ എന്ന് വിളിക്കാം. ഈ സ്ട്രേറ്റ് ത്രൂ കേബിൾ ആവണമെങ്കിൽ എന്താണ്? 2 എൻഡിലും ഒരേ കളർ കോഡ് യൂസ് ചെയ്തിട്ട് നിങ്ങൾ ക്രിമ്പ് ചെയ്യണം. ഒന്നില്ലെങ്കിൽ A ചെയ്ത് ചെയ്യണം, അല്ലെങ്കിൽ B വെച്ച് ചെയ്യണം. അങ്ങനെ ചെയ്യുന്ന കേബിളാണ് നിങ്ങൾ സ്വിച്ച് ടു PC എന്ന് വെച്ചാൽ 2 എൻഡിലും വ്യത്യസ്ത ഡിവൈസ് ആണ് വരുന്നതെങ്കിൽ
നിങ്ങൾ സ്ട്രെയിറ്റ് ത്രൂ ക്രിമ്പിംഗ് ആണ് ചെയ്യേണ്ടത്. അടുത്തത് ക്രോസ് ഓവർ എന്ന് പറയുന്ന ക്രിമ്പിംഗ് ഉണ്ട്. ക്രോസ് ഓവർ നേരെ ഇതാണ്, നിങ്ങളൊരു കേബിളിൻ്റെ അറ്റത്ത് T568A ഉപയോഗിച്ചാൽ ആ കേബിളിൻ്റെ രണ്ടാമത്തെ എൻഡ് ഉണ്ടല്ലോ, അവിടെ നിങ്ങൾ T568B ആണ് യൂസ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ എന്താണ്, അവിടെ രണ്ട് എൻഡിലും ഒരേ ഡിവൈസ് കണക്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ രണ്ട് PC ഉണ്ട്, സ്വിച്ച് ഒന്നുമില്ല, സ്വിച്ചിൻ്റെ ആവശ്യമില്ല, ആകെ രണ്ട് കമ്പ്യൂട്ടർ ഉള്ളൂ എന്ന് നോക്കുക. രണ്ട് കമ്പ്യൂട്ടർ നിങ്ങൾക്ക് കേബിൾ ഉപയോഗിച്ച് കണക്ട് ചെയ്യണം. അപ്പോൾ ഒരു കമ്പ്യൂട്ടർ നേരിട്ട് വേറൊരു കമ്പ്യൂട്ടറിലോട്ടല്ലേ. അപ്പോൾ നിങ്ങളൊരു കേബിൾ എടുക്കുക, ഒരു കേബിളിൻ്റെ എൻഡിൽ T568A ചെയ്താൽ ആ കേബിളിൻ്റെ അപ്പുറത്തെ സൈഡിൽ T568B ചെയ്യുക. അത്തരം കേബിളിനെ നമുക്ക് ക്രോസ് ഓവർ കേബിൾ എന്ന് വിളിക്കാം. സെയിം ഡിവൈസുകളെ കണക്ട് ചെയ്യാൻ ക്രോസ് ഓവർ കേബിളും വ്യത്യസ്ത ഡിവൈസുകളെ കണക്ട് ചെയ്യാൻ സ്ട്രേറ്റ് ത്രൂ കേബിളുമാണ്. കൺഫ്യൂഷൻ വരരുത്. സ്ട്രേറ്റ് ത്രൂ എന്ന് പറഞ്ഞാൽ രണ്ട് എൻഡിലും ഒരേ കളർ കോഡാണ്. ക്രോസ് ഓവർ എന്ന് പറഞ്ഞാൽ രണ്ട് എൻഡിലും വേറെ വേറെ കളർ കോഡാണ്. രണ്ടും ക്രോസ് ഓവർ സെയിം ഡിവൈസിനെ കണക്ട് ചെയ്യാനും സ്ട്രേറ്റ് ത്രൂ ഡിഫറെൻറ്റ് ഡിവൈസിനെ കണക്ട് ചെയ്യാനാണ്. ഇനി എന്തിനാണ് നമ്മൾ ഈ കളർ കോഡ് തന്നെ ഉപയോഗിക്കുന്നത്? അപ്പോൾ ഉദാഹരണമായിട്ട് ഞാൻ നേരത്തെ ഒരു കളർ കോഡ് പറഞ്ഞു, T568Aയും Bയും പറഞ്ഞു. അപ്പം ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ഒരു ഓർഡർ, പ്രത്യേകിച്ച് ഞാൻ ഈ പറയുന്ന ഓർഡർ ഒന്നുമല്ല, ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരം ഞാനൊരു ഓർഡർ എടുത്തു എന്ന് വിചാരിക്കാം. ഇപ്പോൾ ഓറഞ്ച് വൈറ്റ് ഓറഞ്ച്, ഗ്രീൻ വൈറ്റ് ഗ്രീന്, ബ്ലൂ വൈറ്റ് ബ്ലൂ, ബ്രൗൺ വൈറ്റ് ബ്രൗൺ എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ഓർഡർ എടുത്തു കഴിഞ്ഞാൽ അതേ ഓർഡർ തന്നെയാണ് ഞാൻ കേബിളിൻ്റെ അപ്പുറത്തെ എൻഡും ചെയ്യുന്നതെന്ന് വിചാരിക്കാം. അപ്പോഴും എന്തായി, നമ്മുടെ സ്ട്രേറ്റ് ത്രൂ ചെയ്തതിന് തുല്യമായി, രണ്ട് എൻഡിലും ഒരേ ഓർഡറായി. പക്ഷെ എന്തുകൊണ്ടായിരിക്കും നമ്മൾ ഈ T568A തന്നെ എടുക്കണം B തന്നെ എടുക്കണം എന്ന് പറയാനുള്ള കാരണം? അതൊരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡാണ്. എന്ന് വെച്ചാൽ ഇപ്പം നിങ്ങളൊരു കേബിൾ ചെയ്തു, നിങ്ങളൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു, നിങ്ങളൊരു കേബിൾ ചെയ്തു, നിങ്ങൾ ചെയ്ത ക്രിമ്പിങ്ങിൻ്റെ മിസ്റ്റേക്ക് പറ്റി നിങ്ങൾക്കത് മാറ്റി ക്രിമ്പ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ഒരു ടെക്നീഷ്യൻ, നെറ്റ്വർക്ക് ടെക്നീഷ്യൻ അല്ലെങ്കിൽ നെറ്റ്വർക്ക് എഞ്ചിനീയറിന് ആ ഒരു കേബിളിൻ്റെ ഫസ്റ്റത്തെ കളർ കാണുമ്പോൾ അറിയാൻ പറ്റും ഇത് A കൊണ്ടാണോ B കൊണ്ടാണോ ചെയ്തിരിക്കുന്നതെന്ന്. ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ചെയ്ത് കഴിഞ്ഞാൽ അവൻ ആ ഓർഡർ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഡിഫറെൻ്റ് ആൾക്കാർ ക്രിമ്പ് ചെയ്യുമ്പോൾ ഡിഫറെൻ്റ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ എന്താവും, കണക്ഷൻ മൊത്തം ഫെയിൽ ആവും അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ മെയിൻ ആയിട്ടുള്ള റീസൺ നമ്മൾ ഈ ഒരു ഗ്ലോബൽ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള T568Aയും Bയും യൂസ് ചെയ്യാനുള്ള കാരണം. പിന്നെ നിങ്ങളിങ്ങനെ കളർ തെറ്റിച്ച് ചെയ്തത് കൊണ്ട് വരുന്നത് ഡാറ്റകൾ സെൻഡ് ആവുമ്പോൾ ട്രാൻസ്മിറ്റിന് TX എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്, റിസീവിന് നമ്മൾ RX എന്നുള്ളതാണ് രേഖപ്പെടുത്തുക. ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ TXും റിസീവ് ചെയ്യുമ്പോൾ RXും ആണ്. അപ്പോൾ അതിന് മിസ്റ്റേക്ക് പറ്റും. കാരണം നമ്മളിപ്പോൾ 8 വയറുണ്ടല്ലോ, അതിൽ നമ്മുടെ ഫാസ്റ്റ് ഇൻ്റർനെറ്റ് 100 MB/s ഡാറ്റ അയക്കുന്നതെങ്കിൽ നമുക്ക് ആകെ അതിന് 4 വയറിൻ്റെ ആവശ്യമുള്ളൂ. 1ഉം 2ഉം വഴി ഡാറ്റ സെൻഡ് ചെയ്യാനും 3ഉം 6ഉം വഴി ഡാറ്റ റിസീവ് ചെയ്യാനും. അപ്പോൾ ഇത് ഓർഡർ തെറ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ സെൻഡ് ചെയ്യുമ്പോൾ റിസീവ് ചെയ്യുമ്പോഴൊക്കെ എന്ത് വരും, മിസ്മാച്ച് ആവും. അതുകൊണ്ട് ഡാറ്റ പ്രോപ്പറായിട്ട് അവിടെ എത്തിക്കൊള്ളണം എന്നില്ല എന്നുള്ളതാണ് ഈ ഒരു സ്ലൈഡിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ നിങ്ങൾ ഈ ട്വിസ്റ്റഡ് പെയർ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഈ വയറുകൾ ഇങ്ങനെ പിരിച്ചു വെക്കാനുള്ള കാരണം എന്താ, നോയ്സും ഇൻ്റർഫറൻസും സിഗ്നൽ ലോസും കാര്യങ്ങളൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. മൊത്തം 4 പെയറല്ലേ, ഒന്ന് ഓറഞ്ചിൻ്റെ പെയറാണ്, ഓറഞ്ചിൻ്റെ പെയറിലുണ്ടാവും ഓറഞ്ചും ഓറഞ്ച് വൈറ്റും ഒരു പെയർ, ഗ്രീനിൻ്റെ പെയറിലുണ്ടാവുക ഗ്രീനും പിന്നെ ഗ്രീൻ വൈറ്റോട് കൂടിയിട്ടുള്ളൊരു വയർ, അത് രണ്ടാമത്തെ പെയർ. ബ്ലൂവിൻ്റെ ഒപ്പം ഉണ്ടാവുക ഒന്ന് ഫുള്ളായിട്ടൊരു ബ്ലൂവും പിന്നെ ബ്ലൂ വൈറ്റും, പിന്നെ ബ്രൗണിൻ്റെ ഒപ്പം ഉണ്ടാവുക ബ്രൗണും പിന്നെ ബ്രൗൺ വൈറ്റും, ഇങ്ങനെ ഉണ്ടാവുക. അപ്പോൾ നല്ല സ്പീഡും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ജിഗാബിറ്റ് 100 ഫാസ്റ്റ് ഇൻ്റർനെറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ആകെ 4 വയറേ യൂസ് ആവുള്ളൂ, 1 2 3 6. ജിഗാബിറ്റ് 1 GB/s കിട്ടുന്ന നെറ്റ്വർക്ക് ആണെങ്കിൽ മൊത്തം 4 പെയർ എന്താവും അവിടെ യൂസ് ആവും. അതിൽ 4 പെയർ യൂസ് ആവുന്ന പറഞ്ഞാൽ മൊത്തം 8 വയർ എന്താവും നമുക്ക് ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ ഇതാണ് ക്രിമ്പിങ്ങിൻ്റെ കാര്യം. നമുക്കിനി പ്രാക്ടിക്കലാണ് ക്രിമ്പ് ചെയ്യാനുള്ളത്. അപ്പോൾ ചിലപ്പോൾ നാളത്തെ വീഡിയോയിൽ ക്രിമ്പിങ്ങിൻ്റെ പ്രാക്ടിക്കൽ ക്ലാസ് കിട്ടിയെന്ന് വരില്ല, കാരണം ടൂൾ വന്നു കഴിഞ്ഞാൽ എനിക്ക് അതിൻ്റെ പ്രാക്ടിക്കൽ ക്ലാസ് റെക്കോർഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ അടുത്ത ക്ലാസ്സിൽ നിങ്ങൾ നേരത്തെ കണ്ട പോലെ സ്വിച്ചിനെ കുറിച്ചാണ് പറയാൻ പോണത്. അപ്പോൾ സ്വിച്ചിനെ കുറിച്ച് ഇങ്ങനെ പറയും, പിന്നെ ഞാൻ അതിൻ്റെ ടൂൾ വരുന്നതിനനുസരിച്ച് ഞാൻ ക്രിമ്പിങ്ങിൻ്റെ വീഡിയോ അതിൻ്റെ ഇടയിൽ ഒരു ദിവസം ഇടാം. ശരിക്കും നമ്മുടെ 6ാമത്തെ ക്ലാസ് ആയിട്ട് ക്രിമ്പിങ്ങിൻ്റെ ടൂൾ, ഇന്ന് ശരിക്കും ക്രിമ്പിങ്ങിൻ്റെ വീഡിയോ ഇടണമെന്ന് ഞാൻ വിചാരിച്ചിരുന്നത്, പക്ഷേ അത് ടൂൾ വരാത്തതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ വിശദമായിട്ടൊരു ക്ലാസ് പ്രാക്ടിക്കൽ ഞാൻ എങ്ങനെയാണ് ഇത് ക്രിമ്പ് ചെയ്യുന്നതെന്ന്, ക്രോസ് ഓവറും സ്ട്രേറ്റ് ത്രൂ ഒക്കെ എങ്ങനെയാണ് ക്രിമ്പ് ചെയ്യുന്നതെന്ന് പ്രോപ്പറായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും. ഇനി നിങ്ങൾക്ക് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇത്രേ ഉള്ളൂ. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും നെറ്റ്വർക്കിംഗ് പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി നിങ്ങൾ നെറ്റ്വർക്കിംഗ് പഠിക്കുന്നവരായിരിക്കും, പഠിക്കാൻ പോകുന്നവരായിരിക്കും, അവർക്കൊക്കെ നിങ്ങൾക്കൊക്കെ CCNA പഠിക്കാൻ നിങ്ങളുടെ റെഫറൻസിന് വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും. നമ്മളിതിൽ സിസ്കോയുടെ എക്സാമിൻ്റെ കുറിച്ചും അതേപോലെ തന്നെ എക്സാമിന് വരാനുള്ള സാധ്യതയുള്ള ചോദ്യങ്ങളെക്കുറിച്ചും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്തുക. ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.